ഗൈസ്, അപ്പൊ നമ്മൾ അണിഞ്ഞൊരുങ്ങി പോണത് ഹോസ്പിറ്റലിലേക്കാണ്. അപ്പൊ വിചാരിക്കും ഹോസ്പിറ്റലിൽ പോകാൻ ഇത്ര അണിഞ്ഞൊരുക്കുന്ന, ഞങ്ങൾ അങ്ങനെയാ. ഇയാൾക്ക് ചുമയാണ് കേട്ടോ, ഈ ചുമ കാണിക്കാനാണ് നമ്മൾ പോണത്. അപ്പൊ ഓട്ടോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓട്ടോ വന്നു. ഓട്ടോയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂഡ് ഉറക്കില്ല, നമ്മൾ എപ്പോഴും എണിച്ചേ നിൽക്കുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് ഹോസ്പിറ്റൽ ഇങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ഉദ്ഘാടനം നടക്കുന്നുണ്ട്, ഒരു ബ്ലോക്കിന്റെ ഉദ്ഘാടനമാണ്. അപ്പൊ മന്ത്രിയൊക്കെ വരും കേട്ടോ, അത് കാരണം കൊണ്ടാണ് കേട്ടോ. 4:30ക്കാണ് ഉദ്ഘാടനം. അതാണ് ഒഴിഞ്ഞ കസേരകൾ, അല്ലാണ്ട് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ലേ. പിന്നെ നമ്മൾ തിരിച്ച് ബസ്സിലാണ് വന്നിട്ട് ഡോക്ടറിനൊക്കെ പെട്ടെന്ന് കണ്ടു. ബസ്സിൽ കയറണം, നടന്നു പോയാൽ മതി എന്ന് കുട്ടി പറഞ്ഞു. കുട്ടിക്ക് അറിയില്ലല്ലോ പണ്ടത്തെ ആരോഗ്യം നമുക്കില്ല എന്നുള്ളത്. പിന്നെ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, എല്ലാം സ്വന്തം കട പോലെയാണ് നടന്നു പോണത്. ഈ ഒരു മരുന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, മൂക്കിലൊഴിക്കണ മരുന്ന് മാത്രമേ. തണ്ണിമത്തം മേടിക്കാനായിട്ടോ കയറുന്നത്, അതാണ് ഞാൻ തണ്ണിമത്തം കാണിച്ചത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കാറ്റടിച്ചിട്ടാണ് ഉണ്ടായത്, അപ്പൊ കഫക്കെട്ടൊന്നുമില്ല, അപ്പൊ മൂക്കിൽ മാത്രം മരുന്ന് ഒഴിച്ചാൽ മതി, വെറുതെ മരുന്ന് കൊടുക്കണ്ട, പ്രത്യേകിച്ച് രോഗമൊന്നും ഇല്ല കുട്ടിക്ക് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ പിന്നെ വേറെ വഴിയൊന്നുമില്ലല്ലോ, അത് കൊടുക്കണേ. ഉച്ചയ്ക്ക് നമ്മൾ ചോറും കോഴിമുട്ടയും പിന്നെ കുറച്ച് കറിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ച വരുമ്പോൾ നമ്മൾ ബ്രെഡും പാൽച്ചായയും പീനട്ട് ബട്ടറാണ് കഴിച്ചത്. ബ്രെഡ് ടോസ്റ്റ് ചെയ്താണ്. കുട്ടിക്ക് വയ്യായികണ്ടെന്ന് വെച്ചിട്ട് കുട്ടിക്ക് വിശക്കും, എനിക്കും വിശക്കും, അപ്പൊ നമുക്ക് തിന്നണല്ലോ. കുട്ടിക്ക് പീനട്ട് ബട്ടർ കഴിക്കാൻ പറ്റുമോ വെച്ചാൽ എനിക്കും അറിയില്ല.